നമ്മുടെ രാജ്യത്ത് നിന്ന് തൊഴിലന്വേഷിച്ചും വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി വിദേശങ്ങളിൽ പോയ ആളുകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ USA പോയ ആളുകളെ അനധികൃത കുടിയേറ്റക്കാർ എന്ന മുദ്ര കുത്തി കേരളത്തിലേക്ക് തിരിച്ചയച്ച ഒരു സാഹചര്യം. തിരിച്ചയക്കാൻ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ, നിയമവിരുദ്ധമായി ആ രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ തിരിച്ചയക്കാം. എല്ലാ രാജ്യങ്ങളും അയക്കുന്നത്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാപ്പ് ആംനസ്റ്റി കാലഘട്ടം ഉണ്ടാകാറുണ്ട്, നിതാഖാത്ത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ തിരിച്ചയച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങേയറ്റം അവരെ അവഹേളിച്ച് ലോകത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ അവരെ ഭീകര കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്ന ഒരു രൂപമുണ്ടായി. അവരുടെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിലാണ് ഇവരൊക്കെ നാട്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളൊക്കെ അയക്കാറ്. പക്ഷേ ഇതിന് പകരം 12 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരത്തേക്ക് 45-48 മണിക്കൂർ ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ച് എയർഫോഴ്സ് വിമാനത്തിലാണ് അയച്ചത്. എന്ന് പറഞ്ഞാൽ ഇവർ കൊടും ഭീകരരാണ്, കൊടും കുറ്റവാളികളാണ് എന്ന് യോജിപ്പിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയിലെ നിരപരാധികളായ ചെറുപ്പക്കാർ, അവർ ഏതെങ്കിലുമൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ വലയിൽപ്പെട്ടോ തെറ്റിദ്ധാരണ മൂലമൊക്കെ അവിടെ എത്തപ്പെട്ടവരായിരിക്കാം. അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ നമുക്ക് അംഗീകരിക്കാം. അവരെ സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സത്യത്തിൽ ഫ്ലൈറ്റ് അയച്ച് അവരെ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇന്ത്യക്കാരെ ഇത്രമാത്രം അപമാനിച്ച ഒരു ഭരണകൂടമാണ് US-ലുള്ളത്. US-ൽ പോയി ഈ ഭരണാധികാരികളുമായി യോഗം പങ്കിട്ട് ചായ കുടിച്ച് മടങ്ങി വന്ന പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പ്രതിഷേധിക്കാൻ തയ്യാറായില്ല എന്നത് അങ്ങേയറ്റത്തെ ഖേദകരമാണ്. ഇന്ത്യക്കാർ അതിൽ ലജ്ജിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്കാർ അപമാനിക്കപ്പെടുമ്പോൾ പോലും ഉയർത്താൻ പറ്റാത്ത ഒരു ശിരസ്സാണ് നമുക്കുള്ളത് എന്ന് ലോകത്തിന് മുമ്പിൽ നമ്മൾ കാഴ്ചവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗം ഗൗരവമായി ചിന്തിച്ചതും തീരുമാനമെടുത്തതും അതിനെക്കുറിച്ച് പരിഹാരമുണ്ടാകണം എന്നാവശ്യപ്പെട്ടതൊക്കെ. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആസന്നമായി വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടിയെ സജ്ജമാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം കൂടി പാർട്ടി നിർവഹിക്കുന്നുണ്ട്. അതിനുള്ള പണികൾ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടി സംവിധാനം ശക്തമാക്കുന്നതിനുള്ള പണികൾ നേരത്തെ ഞങ്ങൾ വ്യവസ്ഥാപിതമായി ആലോചിച്ചിട്ടുണ്ട്. ശാഖ തൊട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തലം മുതൽ മണ്ഡലം, ജില്ലാ, സംസ്ഥാന തലം വരെ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അത്തരം സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും കൂടുതൽ ശക്തമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒരു മാസക്കാലം റംസാനാണ്. ആ റംസാനിൽ സ്ഥിരമായി ഞങ്ങൾ ചെയ്യുന്നത് റിലീഫ് പ്രവർത്തനങ്ങളാണ്. ആ റിലീഫ് പ്രവർത്തനങ്ങൾ ശാഖ മുതൽ സംസ്ഥാന തലം വരെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ, റിലീഫ് ആക്ടിവിറ്റീസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഞങ്ങൾ ആഹ്വാനം ചെയ്തത്. ആ തീരുമാനം എടുത്തത് രാഷ്ട്രീയമായി മറ്റു കാര്യങ്ങൾ സംഘടനാ സംവിധാനവും മുന്നണി സംവിധാനമൊക്കെ ശക്തിപ്പെടുത്തി ചിട്ടയോടുകൂടി മുന്നോട്ട് പോയി കേരളത്തിൻ്റെ പൊതുസമൂഹം UDF-നോടൊപ്പമാണ്. ആ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി ഒറ്റക്കെട്ടായി UDF മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വലിയ വിജയം നേടാനും ഇപ്പോൾ 10 വർഷമായി കേരള ജനം അനുഭവിക്കുന്ന ദുര്യോഗങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ അത് സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും സംഘടനാപരമായുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കുകയും അതുമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.